Hello friends, ടെക്നിക്കിന്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ വിവോ Z1 Pro ആണ്. അപ്പോൾ വിവോ Z1 Pro രണ്ടാഴ്ച മുമ്പാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 14,990 ആണ്. വളരെ കോമ്പറ്റീറ്റീവ്ലി പ്രൈസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ലാർജർ ഡിസ്പ്ലേ ആണ്, പഞ്ച് ഹോൾ ക്യാമറ അല്ലെങ്കിൽ ഇൻ ഡിസ്പ്ലേ ക്യാമറ എന്നാണ് വിവോയിനെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 6.53 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD പാനലാണ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 712 ഒക്ടകോ പ്രോസസ്സറാണ്, 6GB റാമിലും വരുന്നുണ്ട്, പിന്നെ 64 128GB സ്റ്റോറേജും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജാണ് വിവോ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം നല്ലതാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പാനലിൽ നല്ല ഡിസൈനാണ്. കാരണം പഞ്ച് ഹോൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ സാധാരണ വരുന്ന നോച്ചല്ല വരുന്നത്, പഞ്ച് ഹോൾ ക്യാമറയാണ്. അപ്പോൾ വളരെ ഒരു ചെറിയ ഓപ്പണിംഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം മോട്ടോ 1 വിഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് തന്നെ സൈഡ് ബെസൽസ് ഒക്കെ വളരെ മിനിമലാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ബെസൽസും അത്യാവശ്യം ചെറുതാണ്. ഈ പ്രൈസ് സെഗ്മെന്റ് കുഴപ്പമില്ലാത്തൊരു ബെസൽസ് ആണ് ഓഫർ ചെയ്യുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്, പക്ഷേ കുറച്ചൊരു ഹെവി ഡിവൈസ് ആണ്. കാരണം 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, ലാർജർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഹെവി ഡിവൈസ് ആണ്. പിന്നെ ബാക്ക് പാനലിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്, പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്, ഒരു 16+8+2 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് സ്കാനറും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിവോന്റെ ലോഗോ കാണാം, ഗ്രേഡിയൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കാലത്ത് യൂസിൽ നിങ്ങൾക്ക് കാണാം കുറച്ചൊരു സ്ക്രാച്ചസ് ഫോം ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി കുറച്ചൊരു ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം പോളികാർബണേറ്റ് മെറ്റീരിയലാണ്, അപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കേസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ഈ പ്രൈസ് സെഗ്മെന്റിൽ മേ ബി ഒരു ഗ്ലാസ് കൊണ്ടുവരായിരുന്നു, പക്ഷേ വിവോ ഇത്രയും നല്ലൊരു ഹാർഡ്വെയർ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് തീർച്ചയായും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് IPS LCD പാനലാണ്, നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. സാധാരണ വിവോന്റെ വി സീരീസ് ഫോൺസിലെല്ലാം AMOLED പാനലാണ് വരാറ്, പക്ഷെ ഇതിനകത്ത് IPS LCD കാരണം കുറേ കൂടെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഇത് വരുന്നത്. പക്ഷേ നല്ലൊരു പാനലാന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഷോർട്ട് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ പ്രൊട്ടക്ഷൻ അതാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോറില്ല ഗ്ലാസ് അല്ല. അപ്പോൾ ഷോർട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫേർഡ് ആണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, അത്യാവശ്യം നല്ല പെർഫോമിംഗ് ഡിസ്പ്ലേ ആണ്. വ്യൂയിങ് ആംഗിൾസ് കണ്ടാലും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കളർ റീപ്രൊഡക്ഷൻ നല്ലതാണ്. പിന്നെ ടച്ച് റെസ്പോൺസും സ്മൂത്ത് ആണ് വിവോ Z1 Proയിൽ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ കുഴപ്പമില്ല. പക്ഷേ റിയൽമി X ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AMOLED അല്ല, ആ ഡിഫറൻസ് തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ഫൺ ടച്ച് OS ആണ് ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ ഫൺ ടച്ച് OS എന്ന് പറഞ്ഞാൽ Android 9.0ൻ്റെ മുകളിലുള്ളൊരു സോഫ്റ്റ്വെയർ വേർഷനാണ്. അപ്പോൾ ഫൺ ടച്ച് OSൽ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ കാണാൻ സാധിക്കും. നാവിഗേഷണൽ ബട്ടൺസ് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് ലൈക്ക് സ്മാർട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ, 1 handed മോഡ്, സ്മാർട്ട് മിററിംഗ്, ക്യാപ്ചർ മോഡ്, ആപ്പ് ക്ലോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസുമാണ് UI കാഴ്ചവെക്കുന്നത്. റാം മാനേജ്മെൻറ്റ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 712 നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാഴ്ചവെക്കുന്നത്. PUBG പോലത്തെ ഹെവി ഗ്രാഫിക് റിച്ച് ഗെയിംസ് കളിക്കുമ്പോഴും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബാറ്ററി ഡ്രെയിൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ഡ്രെയിൻ ആണ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഗെയിമിങ്ങിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടായില്ല. പിന്നെ ഓവറോൾ ഡേ ടു ഡേ എക്സ്പീരിയൻസും വളരെ സ്മൂത്ത് ആയിരുന്നു. ഇതാണ് AnTuTu ബെഞ്ച് മാർക്ക് സ്കോർ സ്നാപ്ഡ്രാഗൺ 712ൻ്റെ. അപ്പോൾ നല്ലൊരു പവർഫുൾ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 712. ഡേ ടു ഡേ എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് ആയിരുന്നു വിവോ Z1 Proയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സ്കാനറിൻ്റെ പെർഫോമൻസ് കാണിക്കാം. വളരെ ഫാസ്റ്റായ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം റെഗുലർ ഹാർഡ്വെയർ ആണ്, ഇൻ ഡിസ്പ്ലേ അല്ല, അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസ് അൺലോക്കും, വളരെ ഒരു ഫാസ്റ്റായ ഫേസ് അൺലോക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, സ്ക്രീൻ ആക്ച്വലി കാണുന്ന പോലും ഇല്ല, അതിന് മുമ്പേ തന്നെ അൺലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫേസ് അൺലോക്ക്. അപ്പോൾ രണ്ടും വളരെ ഫാസ്റ്റായ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സ്കാനറുമാണ് വിവോ Z1 Pro പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് പ്രൈമറി 16 മെഗാപിക്സൽ ക്യാമറയാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ സെക്കൻഡറി 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. തേർഡ് ഡെപ്ത് സെൻസിങ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാനലിൽ 32 മെഗാപിക്സൽ ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റ് ഷോട്ട്സ് വളരെ മനോഹരമായ ഡേ ലൈറ്റ് ഷോട്ട്സ് ആണ് വിവോ Z1 Pro പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽസും നല്ല കളർ റിപ്രൊഡക്ഷനുമാണ് വരുന്നത്.
നല്ല ഷാർപ്നെസ് ലെവൽസും ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ വരുന്നത് വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതും നല്ല ഓപ്ഷൻസ് ആണ്, കാരണം ഡിസ്റ്റോർഷൻ ഫ്രീ ഇമേജസ് ആണ് വിവോ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിലും നല്ലൊരു ക്ലാരിറ്റി തരുന്ന പോർട്രേറ്റ് മോഡാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാവുന്നത് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. ലോ ലൈറ്റ് പെർഫോമൻസ് എബോ ആവറേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വളരെ ഒരു നല്ലൊരു പെർഫോമൻസ് അല്ല ലോ ലൈറ്റിൽ കാണിക്കുന്നത്. കാരണം കുറച്ചൊരു നോയ്സ് ലെവൽസ് ഹയർ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായി. കാരണം റെഡ്മി നോട്ട് 7 പ്രോയും അല്ലെങ്കിൽ റിയൽമി 3 പ്രോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു നോയ്സ് ലെവൽസ് സ്ലൈറ്റ്ലി ഹയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് ക്യാമറയാണ് വിവോ Z1 പ്രോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൽഫി എക്സ്പീരിയൻസും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തരുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് വളരെ മികച്ചതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 9 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈസിലി കിട്ടും. 9 to 9.5 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈസിലി ലഭിക്കുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ആകുമ്പോൾ തന്നെ ഫാസ്റ്റ് ചാർജിങ് കമ്പൽസറി ആയ ഒരു ഓപ്ഷനാണ്. അതും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽഡ് റിവ്യൂ വിവോ Z1 പ്രോൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ലൊരു ഓവറോൾ പാക്കേജാണ്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 712 നല്ല പവർഫുൾ ചിപ്സെറ്റാണ്. ഇൻ ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി, എബോ ആവറേജ് ക്യാമറാസും എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജാണ്. പക്ഷേ പിന്നെ ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ് വരുന്നത്. USB Type-C പോർട്ട് അല്ല വരുന്നത്. അതൊരു മേജർ പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം 2019 ഓൾമോസ്റ്റ് എല്ലാ സ്മാർട്ട് ഫോൺസും മൈക്രോ USB നിന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ വിവോ ഇതുവരെ അത് മാറ്റം വരുത്തിയിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് വേറെ പറയാവുന്നത് ലോ ലൈറ്റ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. അപ്പോൾ അതാണ് മേജർ ഇഷ്യൂ. പിന്നെ ബിൽഡ് ക്വാളിറ്റി കുറച്ച് ക്വസ്റ്റ്യനബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പാനലിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത് അത്ര ഒരു മികച്ച ബിൽഡ് ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽ റിവ്യൂ വിവോ Z1 പ്രോൻ്റെ. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ 14,999 നല്ലൊരു പാക്കേജാണ് വിവോ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു വിവോ Z1 പ്രോൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.